ഇറാനുമായുള്ള ഇസ്രയേലിന്റെ 12 ദിവസം നീണ്ടുനിന്ന കൊടുമ്പിരി കണ്ട യുദ്ധത്തിൽ US ആക്രമണത്തിൽ ഇറാന്റെ 3 ആണവ കേന്ദ്രങ്ങൾ തകർത്ത് തരിപ്പണമാക്കാൻ സാധിച്ചിരുന്നു. എന്നാൽ ആക്രമണത്തിന് മുൻപ് ഈ 3 ആണവ കേന്ദ്രങ്ങളിലെയും സമ്പുഷ്ടീകരിച്ച യുറേനിയം നീക്കം ചെയ്തിരുന്നില്ല എന്ന് തെളിയിക്കുന്ന ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് ഇസ്രായേൽ പ്രതിരോധ സേന. മുതിർന്ന ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തുന്നതനുസരിച്ച് ഫോർദോ, നാദൻസ്, ഇസ്ഫാഹാൻ എന്നിവിടങ്ങളിലെ 3 ആണവ കേന്ദ്രങ്ങളിൽ നിന്ന് ഇറാൻ സമ്പുഷ്ടീകരിച്ച യുറേനിയ ശേഖരം നീക്കം ചെയ്തിട്ടില്ല എന്നും ഇസ്രായേൽ ഇന്റലിജൻസ് തെളിയിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. 60% വരെ സമ്പുഷ്ടീകരമായ ഏകദേശം 400 കിലോഗ്രാം യുറേനിയത്തിന്റെ ശേഖരം അവിടെ തന്നെ തുടരുന്നു. അത് ഇനിയും നീക്കം ചെയ്തിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ആകട്ടെ കഴിഞ്ഞ ദിവസം ശക്തമായ മുന്നറിയിപ്പാണ് നൽകിയതും. ഇനിയും ഇറാൻ ആണവ കേന്ദ്രങ്ങൾ പുനർനിർമ്മിക്കാൻ ഒരുങ്ങുകയാണെങ്കിൽ പ്രത്യാഘാതം അതിലും വലുതാകുമെന്നും മാത്രമല്ല ഇറാൻ ഇനിയും അത് തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നല്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യണമെന്നും അവർ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുകയാണ് ചെയ്തിരിക്കുന്നത്. എന്നിരുന്നാലും അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി പറയുന്നതനുസരിച്ച് യുദ്ധത്തിന് മുൻപ് ശേഖരം ഉണ്ടായിരുന്നതായി വിശ്വസിക്കപ്പെടുന്ന ഇസ്ഫാഹാനിലെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാനികൾക്ക് ഇപ്പോഴും ലഭ്യമാകുന്നുവെന്നും ഉദ്യോഗസ്ഥർ സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ അത് നീക്കം ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കുമെന്നും ഇറാന്റെ ആണവ പദ്ധതിക്കെതിരായ പ്രവർത്തനത്തിന്റെ നേട്ടങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഇസ്രായേൽ പുനർനിർമ്മിക്കാൻ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന് കഴിയില്ല എന്ന് ഉറപ്പാക്കണമെന്നും യുദ്ധത്തിന് മുൻപേ ഇറാൻ അതിന്റെ കഴിവുകൾ പുനരുജ്ജീവിപ്പിക്കുന്നതിൽ നിന്ന് തടയാൻ നമ്മൾ ഒരു എൻഫോഴ്സ്മെന്റ് പ്രോഗ്രാം രൂപീകരിക്കേണ്ടതുണ്ട് എന്നും ഇസ്രായേൽ കാറ്റ്സ് വ്യക്തമാക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇറാനികൾ പാഠം പഠിക്കുവാനും അതുപോലെ അത് വീണ്ടെടുക്കുവാനും സാധ്യമായ എല്ലാ വഴികളിലൂടെയും തന്നെ ശ്രമിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ശത്രു പഠിക്കുകയും തയ്യാറെടുക്കുകയും ചെയ്യുന്നുവെന്നും നമ്മൾ അതുപോലെ തന്നെ അത്ഭുതപ്പെടാതിരിക്കാൻ നമ്മുടെ കഴിവുകൾ വർദ്ധിപ്പിക്കുക എന്നതാണ് നമ്മുടെ വെല്ലുവിളിയെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം ഇറാൻ പ്രതികാര നടപടിയുമായിട്ടാണ് മുന്നോട്ട് നീങ്ങുന്നത്. ഏത് നിമിഷം വേണമെങ്കിലും ഇസ്രായേലിന് ഇറാന്റെ മിസൈലുകൾ പതിക്കുമെന്ന ഭീഷണിയാണ് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്ന് ആഴ്ചകൾ പിന്നിടുമ്പോഴും നടത്തുന്നത്. ഇപ്പോൾ ഇറാൻ സൈനിക മേധാവി ഇസ്രായേലിന് നേരെ ഭീഷണി മുഴക്കി രംഗത്ത് വരികയും ചെയ്തു. വീണ്ടും ഒരു യുദ്ധത്തിന് ഇസ്രായേൽ ഇറങ്ങുകയാണെങ്കിൽ ചിന്തിക്കാൻ പോലും കഴിയാത്ത വിനാശകരമായ തിരിച്ചടിയാകും ഉണ്ടാകുക എന്നതാണ് സൈനിക മേധാവിയുടെ ഭീഷണി. എന്നാൽ ഇറാൻ ചിന്തിക്കുന്നതിൽ അമേരിക്കയുടെ B-2 ബോംബറുകൾ ഇപ്പോഴും ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി തന്നെ ഇറാനിലെ മുകളിലൂടെ ചുറ്റിത്തിരിയുന്നുണ്ട് എന്നത്. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വീഡിയോയിൽ ഇറാന്റെ നഗരം നാശമായി അത് നിലനിൽക്കുന്നത് കാണപ്പെട്ടു. ഇതിൽ നിന്നും വ്യക്തമാണ് വെറുതെ ഇസ്രായേലിനെ ചൊറിയാൻ നിന്നാൽ പ്രത്യാഘാതം ഇതിലും അപ്പുറമായിരിക്കുമെന്നത്. ബെഞ്ചമിൻ നെതന്യാഹുവിനെ പോലും ഇല്ലാതാക്കുമെന്നതാണ് ഇവർ അലറി വിളിക്കുന്നതും. ഇസ്രായേൽ വീണ്ടും യുദ്ധത്തിനിറങ്ങിയാൽ വിനാശകരമായ തിരിച്ചടിയാകും ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുമോ എന്നും അതുപോലെ അവരുടെ സൈനിക മേധാവി മേജർ ജനറലായ അബ്ദുൾ റഹീം മൗസാവി വ്യക്തമാക്കുന്നു. ഈ തിരിച്ചടിയിൽ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ അമേരിക്കയ്ക്ക് പോലും സംരക്ഷിക്കാൻ കഴിയില്ല എന്നും മുന്നറിയിപ്പാണ് നൽകുന്നത്. ടെഹ്റാനിൽ വെള്ളിയാഴ്ച നടന്ന ചടങ്ങിൽ സംസാരിക്കവെയായിരുന്നു ഇറാൻ സായുധ സേനാ മേധാവിയുടെ ഈ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.